ഉണ്ണിയച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കൾ, ഞാൻ ഇങ്ങോട്ട് വന്ന വഴി ജനീഷിനോട് ചോദിച്ചു ഇത് എപ്പോൾ തുടങ്ങിയതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ 6:15 തുടങ്ങിയതാണ്. ഞാൻ ചോദിച്ചു ഇത്രയും നേരം അവർ ഇരുന്നോ? അച്ഛൻ പറഞ്ഞ് എത്രയ്ക്കാണ് ഭക്ഷണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും സമയം ഇവിടെ ആയിരിക്കും. ഞാനിങ്ങോട്ട് പോകുന്ന വഴിക്ക് ട്രാഫിക് ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ സെക്രട്ടറിനോട് ചോദിച്ചു, അവർ നമ്മളോട് ചെല്ലുമ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുതിയവർക്കരക്കാരാണ് പാർട്ടികൾ പറഞ്ഞു, അപ്പോൾ പ്രത്യാശപൂർവ്വം പോകാം, എല്ലാവരും പോയി കഴിഞ്ഞ് സമാധാനമായി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. ഏതായാലും നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം സ്നേഹപൂർവ്വം ഇവിടെ ആയിരിക്കുന്നതിനകത്ത് സന്തോഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബദിനം, നമ്മുടെ ഇടവക ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇടവക കൂട്ടായ്മ അതിൻ്റെ ഒരു വലിയ സന്തോഷം ആഘോഷിക്കുന്ന വേളയാണ്. ഞാൻ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ഈ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഒരു ലൈവ് പുൽക്കൂട് ഉണ്ടായിരുന്നു. ടൗണിലൂടെ 5000-ഓളം പേര്, ഉണ്ണീശോമാർ ഇഷ്ടംപോലെ, ഔസേപിതാവുമാർ ഇഷ്ടംപോലെ, മാതാവുമാർ ഇഷ്ടംപോലെ, മാലാഖമാര്, രാജാക്കന്മാര്, പൂജ്യരാജാക്കന്മാര്, അങ്ങനെ വളരെ വേറിട്ട ഒരു മനോഹരമായ ഒരു യാത്രയായിരുന്നു ക്രിസ്മസ് സന്ദേശയാത്ര. ഈ നമ്മളിപ്പോൾ എല്ലാ പട്ടണങ്ങളിലും ക്രിസ്മസ് പപ്പ മേളയാണ് നടത്തുന്നത്. അപ്പോൾ ഈ മറ്റു മതസ്ഥരൊക്കെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഇത് ക്രിസ്മസ് പപ്പ ജനിച്ച ദിവസമാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഏതായാലും അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് ഈശോ ജനിച്ചു എന്നുള്ളത് തന്നെ സന്ദേശം കൊടുക്കാം എന്ന് കരുതി മനോഹരമായ ക്രിസ്മസ് സന്ദേശയാത്ര, തിരുക്കുറവിയുടെ ഒരു യാത്രയായിരുന്നു അത്. അതിൽ ഒത്തിരി ആൾക്കാർ വന്നു, അവർ പ്രതീക്ഷിച്ചതിന് കൂടുതൽ ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഈ കൂട്ടായ്മയെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരുമിച്ച് വരാനും കൂടാനും നമ്മൾ ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ ആ ഒരു വലിയ ശക്തിയും സന്തോഷവും എല്ലാം അനുഭവിക്കാനും എല്ലാം നമുക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ ഈ ഇടവകയിലും അത് വ്യത്യസ്തമാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ദൗത്യം സമാധാനത്തിൻ്റെ ശുശ്രൂഷകരാകുക എന്നുള്ളതാണ്. നമ്മുടെ ലിയോ മാർപ്പാപ്പ ഇന്നലെ മിനിഞ്ഞാന്ന് ക്രിസ്മസ് ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ക്രിസ്മസ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ തിരുനാളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമാധാനം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്ത് സമാധാനം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനം വേണം. നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സുകളിൽ സമാധാനം വേണം, അല്ലെ? എന്നാലേ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. ആ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായാലേ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. ആദ്യം നമ്മൾ ആ വ്യക്തിയിലാണ് തുടങ്ങുന്നത്. അപ്പം നമ്മുടെ വിശ്വാസമൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എന്തിനാണ്? നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ, സമാധാനത്തിലായിരിക്കും. സുവിശേഷത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനഭാഗമാണ്, അലറി വിളിക്കുന്ന കടലിന്റെ നടുവിൽ തോണിയിനമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ഈശോ. ഈശോയ്ക്കല്ലാതെ ആർക്കത് സാധിക്കുന്നു? കുഴിയിലോട്ട് കാലം നെറ്റി വെച്ചിരിക്കുന്ന പത്രോസിന് ഉൾപ്പെടെ ആദ്യമാണ്. കാരണം വെള്ളം അടിച്ച് കയറുകയാണ്, താന്നു പോകും. ഇദ്ദേഹം വലിയ മുക്കുവനാണ്, അദ്ദേഹത്തിന് അറിയാത്ത കടലൊന്നുമല്ല, അദ്ദേഹത്തിന് നീന്താനൊക്കെ അറിയാം. 4 മരിച്ചു പോലും എന്ന് ചിന്തിച്ചപ്പോൾ വല്ലാതെ ആദ്യമാണ്. പക്ഷെ ഈശോ വളരെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അലറി വിളിക്കുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലുണ്ട്. അതിന്റെ നടുക്ക് സമാധാനമായിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒത്തിരി വില കൊടുക്കേണ്ട ഒന്നാണ് ഈ സമാധാനം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നല്ല ആത്മവിശ്വാസമുള്ള പിള്ളേരായിട്ട് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെ കൊണ്ടുപോയി വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ കൂടെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ അപ്പനും അമ്മയും കൂടെ സമാധാനമാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ പിള്ളേർ നല്ല ആത്മവിശ്വാസത്തോടെ വളരും. അത് നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ അതുകൊണ്ട്. അതേസമയം ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നും, പിള്ളേരെങ്കിലും എത്തത്തില്ല. അവസാനം പിള്ളേർ തന്നെ പറയും. ഈ അടുത്ത നാളിൽ എനിക്ക് അങ്ങനെ പരിചയമുള്ള ഒരു നല്ല കുടുംബത്തിലെ മൂത്ത മകളുടെ കല്യാണം ആശീർവദിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് വിദേശ രാജ്യത്തൊരിടത്ത് വെച്ച് കണ്ടു. അവർക്ക് വലിയ ആഗ്രഹമാണ് വിദേശത്ത് പോകണം. അങ്ങനെ വിദേശത്ത് പോയി അവിടെ ജീവിക്കാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ്. ഞാൻ ചോദിച്ചു, എന്നെ പറഞ്ഞാൽ നീ പറയുന്നത് എന്തൊരു നല്ല പപ്പായ എൻ്റെ പപ്പ, എൻ്റെ മമ്മിയെ പോലെ അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, പള്ളിയിൽ എല്ലാ കാര്യത്തിലും ഓടി വരുന്ന ആളാണ് മമ്മി, എന്നാ നല്ലൊരു ഫാമിലിയാണ്, ഞങ്ങളോടൊക്കെ എന്നെ അടുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ അവളുടെ കല്യാണത്തിന് പോയത്. പറഞ്ഞാൽ അവളെന്നോട് പറയാം, ആ പിതാവേ, ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ എൻ്റെ പപ്പായാണ് ലോകത്തെ ഏറ്റവും നല്ല പപ്പ, ഒറ്റയ്ക്ക് എടുക്കുവാണെങ്കിൽ എൻ്റെ മമ്മിയെ പോലെ ഇത്രയും നല്ല മമ്മിയില്ല, പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ കൂടുവാണെങ്കിൽ ലോകത്തെ ഏറ്റവും മോശം പാർട്ടികളാണ് അവർ. എന്നിട്ട് അവൾ പറഞ്ഞു 365 ദിവസം ഉണ്ടെങ്കിൽ 366 ദിവസവും അവിടെ വഴക്കാമെന്നാണ് അവൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചുമ്മാ നിസ്സാര കാര്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുക, വഴക്കുപിടിക്കുക, കുറ്റം പറയുക, അത് പറയുക, ഇത് പറയുക. നമ്മൾ സത്യത്തിൽ നന്മ കാണാനായിട്ടാണ് പഠിക്കേണ്ടത്, അല്ലെ? നന്മ കാണാനും നന്മ ആഘോഷിക്കാൻ പഠിക്കണം. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി നോക്കി, ഒരു വിലയില്ലാത്ത കാര്യങ്ങൾക്ക് ഇത്രയും വില കിട്ടിയ ഒരു തിരുനാൾ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പുൽക്കൂടുണ്ടാകും, പുൽക്കൂട് മത്സരമൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. ഇപ്പം എല്ലാം റെഡിമെയ്ഡ് പുൽക്കൂട് കിട്ടും. അന്ന് ഞങ്ങൾ ഓർക്കായിരുന്നു, ഈ അയലോക്കത്തെ വീടുകളിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് ഒരു സാധനം അന്വേഷിച്ചാൽ എന്താ പറയുക, കച്ചി.
കച്ചിക്കൊക്കെ എന്നാ വില, ഒരു വിലയില്ലാത്ത സാധനം അന്വേഷിച്ച് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സംഭവമാണ് കച്ചി, പുല്ല്, പിന്നെ കന്നുകാലികളുടെ രൂപങ്ങൾ. ഇതൊക്കെ വലിയ ഗുണമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത കുറെ കാര്യങ്ങൾക്ക് ക്രിസ്മസ് ആണ് വില കൂട്ടി. മനുഷ്യന് തന്നെ വില കൂടി അല്ലേ? അതാണല്ലോ മനുഷ്യാവതാരം. പക്ഷെ നമ്മളതിൽ വിശ്വസിക്കുന്നില്ല. നമുക്ക് വിലയുള്ളവരാണെന്നും നമ്മൾ നന്മയുള്ളവരാണെന്നും ഒന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും വഴിപിടിച്ചോണ്ടും കുറ്റം പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ വിക്ടിംസ്, ബലിയാടുകൾ ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം കുറഞ്ഞു വരിക. നമ്മുടെയൊക്കെ പല ചെറുപ്പക്കാർ പിള്ളേര് വളരെ റയറായിട്ടാണ്. നമ്മുടെ ചില കുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. നല്ല പിള്ളേരാണ്, ഒരു കുഴപ്പമില്ല. കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർക്ക് പേടിയാണ്, കല്യാണം കഴിക്കാൻ പേടിയാണ്. കാരണം അത്ര ഗംഭീരമായിരുന്നു അവരുടെ അപ്പൻ്റെ അമ്മയുടെ കുടുംബജീവിതം. വഴക്കും വക്കാടും വയലൻസും എല്ലാം കണ്ട് കല്യാണം എന്ന് കേൾക്കുമ്പോൾ പെങ്കൊച്ചിന്റെ മനസ്സ് ഞെട്ടുകയാണ്. അയ്യോ, എനിക്കത് വേണ്ട, വേറെ എന്തെല്ലാം ഉണ്ടെങ്കിൽ അത് വേണ്ട, ഒറ്റയ്ക്കറി ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ 1001 ഉള്ളൂ. അതുങ്ങളുടെ എണ്ണം കൂടി വരുമെന്നാണ് എനിക്ക് പേടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് സമാധാനമാണ്, സമാധാനമുള്ള കുടുംബാന്തരീക്ഷം. ഇപ്പം ഇന്നാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക അല്ലേ? പക്ഷെ എന്നാലും നിങ്ങളൊന്ന് തിരിച്ചു തരും എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ നോക്കി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കുടുംബങ്ങളിൽ ആ സമാധാനം, വ്യക്തികളിൽ സമാധാനം ഉള്ളപ്പോഴാണ് കുടുംബങ്ങളിൽ സമാധാനമുള്ളത്. വ്യക്തികളിൽ സമാധാനം ഉള്ളപ്പോഴാണ് സംതൃപ്തി ഉള്ളപ്പോഴാണ് അല്ലേ? പുൽക്കൂട്ടിലും ദൈവത്തിന് പിറക്കാമെന്നുള്ള ഒരു വലിയ ചിന്ത. അതുകൊണ്ട് എൻ്റെ അവസ്ഥകളൊക്കെ ഇച്ചിരി മോശമാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ദൈവത്തിന് പിറക്കാൻ ഇതൊക്കെ മതി, ഇത് ധാരാളം. അത് വലിയൊരു പ്രത്യാശയാണ് നമുക്ക് തരുന്നത് അല്ലേ? വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ നല്ല സമാധാനമുള്ള, നല്ല സന്തോഷമുള്ള, എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് ഒരു 10 നല്ല കാര്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന കുടുംബങ്ങളായിട്ട് മാറണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് 10 നല്ല കാര്യങ്ങൾ, 10 എത്തിയില്ലേലും 5എങ്കിലും വേണം കേട്ടോ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നെങ്കിലും പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. ഉറങ്ങുന്നതിന് ഒരു നല്ല കാര്യമെങ്കിലും പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുക. വലിയൊരു ആത്മീയതയാണ് അത്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് അതാണ് പറയാം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മുടിയൂർക്കര ഇടവക വളരെ ഏറെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു ഇടവകയാണ്. ഒത്തിരി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉള്ള ഇടവകയാണ്. പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കും. പക്ഷെ അതിന്റെ ഗുണമല്ലോ ഈ സഭയ്ക്ക് നിങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം കിട്ടി, ഇത്രയും സാധ്യതകൾ എല്ലാം കിട്ടി. അപ്പൊ നമ്മുടെ സഭയെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വ്യക്തികളെല്ലാം വളർന്നു, പക്ഷേ സഭയും സഭാ സമൂഹത്തെയും കൂടെയുള്ളവരെയും എല്ലാം വളർത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അടുത്ത വർഷം സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരു പ്രാവശ്യം ലണ്ടനിൽ പോയി. അവിടെ നമ്മുടെ ഒരു മലയാളി കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടി. വലിയ കാര്യമാണ്. അപ്പൊ അവിടെ അവർ പറഞ്ഞു അവിടെ ഭയങ്കര ഫീസാണ്, ഭയങ്കര ഫീസ്, സ്കോളർഷിപ്പ് പഴയ പോലെ ഒന്നും കിട്ടത്തില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു ബംഗ്ലാദേശികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അവർക്ക് അഭയാർത്ഥി സ്റ്റാറ്റസിന്റെ ആനുകൂല്യം കിട്ടും. പാകിസ്ഥാനികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ലോകത്തിലെ ധനാഢ്യരായ മുസ്ലിങ്ങൾ അവിടെ സ്കോളർഷിപ്സ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ഏത് പിള്ളേർ അവർ പറഞ്ഞാലും അവർക്ക് ഫുൾ ഫ്രീ. അവർ പറഞ്ഞു പാവ ഇന്ത്യക്കാർക്ക് ഒന്നുമില്ല, അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി പഠിച്ചോ. അപ്പൊ പേരൻസ് കൊച്ചിനോട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ നിനക്ക് കടം തരാം, പിന്നെ അത് വീട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവളുടെ അഭിമാനം വ്രണപ്പെടുത്താതെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീരെ മോശം കമ്മ്യൂണിറ്റി ഒന്നുമല്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, സാമ്പത്തികമായിട്ടും നമ്മൾ ഓരോരുത്തരും ഇല്ലെന്ന് പറയുമെങ്കിലും നമുക്ക് സാമാന്യം കേരളത്തിലെ മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മൾ. പക്ഷേ സമൂഹത്തെ വളർത്തുന്ന കാര്യത്തിൽ, കൂടെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കുറവ് കാണിച്ചിട്ടുണ്ട്. അതേസമയം കാരുണ്യ പ്രവർത്തനങ്ങൾ ഒത്തിരി ചെയ്യും. ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി വീട് വെച്ചു കൊടുക്കും. ആർക്കെങ്കിലും ആശുപത്രിയിൽ പോകണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കും. പക്ഷെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, അതായത് നമ്മുടെ കൂട്ടത്തിൽ ഈ മുടിയൂർക്കര ഇടവകയിൽ നിന്ന് ഒരാളെ നമുക്ക് സിവിൽ സർവീസിലേക്ക് ഒന്ന് വളർത്തിയെടുക്കാൻ സാധിക്കുമോ? നമുക്ക് എന്തെങ്കിലും മിടുക്കൽ പിള്ളേരുണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഒത്തിരി പിള്ളേര് ഫുൾ A+ ഒക്കെ മേടിച്ച് സ്കൂൾ ടോപ്പേഴ്സ് ആയിട്ട് ഒത്തിരി കുട്ടികളുള്ള ഒരു ഇടവകയാണ് ഈ മുടിയൂർക്കര ഇടവക. വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഭരണരംഗത്തേക്ക് ആരും കടന്നു വരാത്തത്? നിങ്ങൾ പറയാമെങ്കിൽ ഒരാളുണ്ടായിരുന്നു എന്നാണ് 1960 ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എത്ര പേരുണ്ട്? എത്ര ശതമാനം കുട്ടികൾ ആ മേഖലയിലേക്ക് വരുന്നുണ്ട്? ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ. നമ്മുടെ കുട്ടികൾക്ക് അറിയാവുന്ന 4 തൊഴിലേ ഉള്ളൂ. 1 ഡോക്ടർ, 2 എഞ്ചിനീയർ, 3 നേഴ്സ്, 4 ടീച്ചർ. തീർന്നു. കത്തോലിക്കന്റെ കരിയർ ഓപ്ഷൻസ് എല്ലാം അവസാനിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്ക് 2 എൻട്രൻസേ അറിയുള്ളൂ. 1 കീമും 1 നീറ്റും, വേറെ ഒന്നും അവർ അറിയില്ല. അത് നിങ്ങൾ തലയും കുത്തിയിരുന്നു ഇതിനായിട്ട് പഠിക്കുന്നുണ്ടാവും. ഞാൻ പല ഇടവുകളിൽ ചെന്ന് പിള്ളേരോട് ചോദിച്ചു, മകളെ CUET എന്ന് പറഞ്ഞുകൊണ്ടൊരു എൻട്രൻസ് ആണ്. ഞാനും ഈയിടെ മനസ്സിലാക്കിയത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിലേക്ക്, ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ഉൾപ്പെടെയുള്ള കോളേജുകൾ, ഓട്ടോണമസ് കോളേജുകളിലേക്ക് ഈ എൻട്രൻസ് ആയിരുന്നു. ഇത് എത്ര പേർക്ക് അറിയാം?
ആർക്കും അറിയില്ല. ഞാനിപ്പോൾ ഒത്തിരി ഇടപെടൽ ചെന്ന് ചോദിച്ചു, വളരെ വളരെ റെയറായിട്ട് മാത്രം ആരെങ്കിലും ഒക്കെ പറയും ഞങ്ങൾ പണ്ടത് എഴുതിയായിരുന്നു, എൻ്റെ അനിയത്തി അത് എഴുതിയായിരുന്നു, ചേട്ടൻ അത് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല. ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് ഔന്നത്യമുള്ള നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങി പോകുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ശാസ്ത്രജ്ഞരില്ല, ഉണ്ടായിരിക്കും, പേരും വരും. നമ്മുടെ കൂട്ടത്തിൽ നല്ല ബിസിനസ്സുകാരുണ്ട്. ഇന്നിപ്പോ ഞാൻ കോട്ടയത്തെ നമ്മുടെ ഒരു നല്ല ബിസിനസ്സുകാരൻ്റെ 80ാം ജന്മദിനത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്, ആർക്കാഡിയ തോമാച്ച്. എനിക്ക് സന്തോഷം തോന്നി. ഒന്നുമില്ല കോട്ടയത്ത് നമുക്കൊരു ബിസിനസ്സുകാർ ഇവിടെ കാണും കേട്ടോ, ഇടവക്കാർ കാണുന്ന ഞാൻ വിചാരിച്ചു. നല്ല പെർസെൻറ്റേജ് വൈസ് നമ്മൾ കുറവാണ് ബിസിനസ്സിൽ രംഗത്ത് നമ്മളില്ല. നല്ല അതുപോലെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ കൂട്ടത്തിൽ നമ്മുടെ എണ്ണം വളരെ 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 കുറവാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യം. ഒന്നാമത് ഈ മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കുകയാണ്. കുട്ടികൾക്ക് സ്വപ്നം കാണാനോ അവർക്ക് തന്നെ ഒരു വഴി വെട്ടി ഒരുക്കാനോ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുവഴി നടന്നാൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അതായിരിക്കും ഒരു കാരണം. രണ്ടാമതായിട്ട് നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പം വിദേശത്തേക്ക് പോകണമെന്നുള്ള ഒറ്റ ചിന്തയിലായി. ഇപ്പോൾ വിദേശീയർ നമ്മളെ സ്വാഗതം ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ ശകലവും കൂടെ മര്യാദയായിട്ടുണ്ട്. നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്തേക്കാം എന്നുള്ളതാണ്. വിദേശത്തൊക്കെ പൊക്കോട്ടെ, വിദേശത്ത് പോയത് കൊണ്ടാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ പോയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷെ നാട്ടിൽ നിന്നാൽ നല്ല ജോലി കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാവുന്ന ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെന്തിനാണ് വിദേശത്ത് പോയി ഒരു പേരില്ലാതെ ജീവിക്കുന്നത്? നമ്മുടെയൊക്കെ നല്ല മിടുമിടുക്കരായ കുട്ടികൾ പേരില്ലാതെ ജീവിക്കുകയാണ്, അനോണിമസ്ലായി. അതെന്ത് കഷ്ടമാണ്. അവരൊക്കെ നാട്ടിലാണെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ പേരെടുക്കാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വേണം. നമ്മുടെ കമ്മ്യൂണിറ്റി എവിടെ പോകുന്നു, നമ്മൾ എങ്ങും എത്തുന്നില്ല. പലപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് അറിയാവുന്ന കുറച്ച് പ്രൊഫഷൻസ്, ഏറ്റവും സെക്യൂർ സേഫ് ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷൻസിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് അതിൻ്റെതായ കുറവുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ധൈര്യം കൊടുക്കണം. പുതിയ പുതിയ എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതാനുള്ള ഒരു ധൈര്യം, അതുപോലെ ഒരു കച്ചവടം നടത്താനുള്ള ഒരു ധൈര്യം, അതുപോലെ ഒരു പുതിയ ഒരു വഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങനെ ഈ സേഫ് സോണുകൾ തപ്പി പോവുകയും അത് പലപ്പോഴും അത് ഒരു പരിധി വിട്ട് വളരാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സഭയെക്കുറിച്ചും സഭാ സമൂഹത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നല്ല അഭിമാനബോധം വേണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും നമ്മുടെ സഭയെക്കുറിച്ചൊന്നും വലിയ മതിപ്പില്ല. പലപ്പോഴും ഒരുപക്ഷെ അവർക്കത് അറിയാൻ വയ്യാത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സഭാ സമൂഹമാണ് എന്നുള്ളത് പോലും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ഉദാഹരണത്തിന് നമ്മുടെ അതിരൂപതയിൽ 106 കാരുണ്യ ഭവനങ്ങളുണ്ട്, കെയർ ഹോംസ്. നിങ്ങൾ ഏതെങ്കിലും കെയർ ഹോമിൽ പോയിട്ടുള്ള ഒരു കൈവക്കാവോ? ഏതെങ്കിലും ഒരു കാരുണ്യ ഭവനത്തിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടല്ലോ, ഈ മുടിയൂർക്കരെ തന്നെ 1 2 കാണുന്നു. 2 കെയർ ഹോംസ് ഇവിടെയുണ്ട്. പോയാലൊന്ന് കൈവക്കാവോ? പോരെ ഇനിയും പോകണം. മുടിയൂർക്കരക്കാർ 3-1 പോലും പോയിട്ടില്ല. അവിടെ പോകണം, പിള്ളേരെ കൊണ്ടൊക്കെ പോകണം. ഈ അവധിക്കാലത്തൊക്കെ പിള്ളേരെ ലുലുമാളി മാത്രം കൊണ്ടുപോയി പോലെ ഒരു കെയർ ഹോമിൽ കൊണ്ടുപോയി അവിടുത്തെ ജോലി ചെയ്യും. അവിടെ പോയി തൂത്ത് കൊടുക്കാൻ പറയണം, അവിടെ പോയി ആ കുഞ്ഞുങ്ങളുടെ പാത്രമൊക്കെ കഴുകി കൊടുക്കാൻ പറയണം. നമ്മുടെ പിള്ളേർക്ക് ഒത്തിരി മര്യാദയാവും. നമ്മുടെ ഈ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഭവനങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയി കാണിച്ചാൽ മതി. വീട്ടിൽ കിടന്ന് വേറെ ഉണ്ടാക്കുന്ന അഹങ്കാരം കാണിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടുപോകണം. അവരൊക്കെ മര്യാദയാവും. ഈ കർത്താവ് ഇത്രയും കൈയും കാലമൊക്കെ ഉണ്ടല്ലോ എന്നവർ ദൈവത്തെ ഓർത്ത് നന്ദി പറയും. നമ്മുടെ അതിരൂപതയിൽ 106 കാരുണ്യ ഭവനങ്ങളുണ്ട്. എനിക്ക് എൻ്റെ അതിരൂപതയിലെ കോളേജുകളെ കുറിച്ചോ ആശുപത്രികളെ കുറിച്ചോ ഒന്നും അല്ല അഭിമാനം, ഇതിനെക്കുറിച്ചാണ്. അതിൽ 80% നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സാണ്. നമ്മളവരെ എത്രമാത്രം ആദരിച്ചാലും വേണ്ടില്ല. അവരുടെ ഒന്നും പേര് പോലും നമുക്ക് അറിയത്തില്ല. നമ്മൾ പറയുന്നത് ബോയ്സ് ഹോമിലെ സിസ്റ്റർ, കാരുണ്യ ഭവനത്തിലെ സിസ്റ്റർ എന്നൊക്കെയാണ് പറയുന്നത്. സിസ്റ്ററിന്റെ പേര് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ പുറകെയാണ്. ഏതോ ഒരു വലിയ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ അവരെയൊക്കെ നമ്മൾ എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനൊരു ഇടവകയിൽ ചെന്നിട്ട് ഇടവക സന്ദർശനം പുതിയ ചോദിച്ചു, നമ്മുടെ സിസ്റ്റേഴ്സ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അറിയാമെന്ന് ചോദിച്ചു. എല്ലാവരും ഉണ്ടായിരിക്കുക. പുറകെ ഇരുന്ന് ഒരു അച്ചായൻ ഒരു കാർന്നോര് വിളിച്ചു പറഞ്ഞു, അവർക്ക് അതിന് എങ്ങാണ്ട് നിന്നൊക്കെ കാശ് കിട്ടുന്നില്ലേ പിതാവേ? അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങാണ്ട് എവിടെ നിന്നാ? അല്ല, എങ്ങാണ്ട് നിന്നൊക്കെ കിട്ടുന്നില്ലേ? എന്നെ കൊണ്ട് പറയണം എവിടെ നിന്നാ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതുങ്ങള് സ്കൂളിലും കോളേജിലും എല്ലാം പോയി ജോലി ചെയ്ത് അവർ സ്വന്തമായിട്ട് സാലറി എടുക്കാതെ അത് മുഴുവൻ സമൂഹത്തിന് കൊടുത്ത് അതിൽ നിന്ന് കാരുണ്യ പ്രവർത്തനത്തിന് കാശ് കൊടുത്ത് എന്നിട്ടാണ് അവർ ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത്. അത് എത്ര പേർക്ക് അറിയാം? അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ എന്തെങ്കിലും കാരുണ്യം, നമ്മുടെ ഈ കാരുണ്യ ഭവനങ്ങളിൽ 106 കാരുണ്യ ഭവനങ്ങൾ മിനിമം 5000 പേരെ എവറി ഡേ 365 ദിവസവും നമ്മുടെ ഈ സഭാ സമൂഹം സംരക്ഷിക്കുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ അതിരൂപതാംഗത്തിൽ 3 മെഡിക്കൽ കോളേജുകളുണ്ട്. കോട്ടയം, ട്രിവാൻഡ്രം, ആലപ്പുഴ. 3ന്റെയും അടുത്ത് നമുക്ക് കാരുണ്യ ഭവനമുണ്ട്. തിരുവനന്തപുരത്ത് ലൂർദ് മാതാക്കയുണ്ട്. കോട്ടയത്ത് ഇവിടെ നമ്മുടെ കരുണാലയം നിങ്ങളെല്ലാവരും കൂടിയാണ് അത് നടത്തുന്നത്. അത് പക്ഷേ എത്ര പേർക്ക് അറിയാം? മുടിയൂർക്കര ഇടവക്കാർക്ക് അറിയാമോ? എല്ലാവർക്കും അറിയാം, കഷ്ടിച്ചറിയാം അല്ലേ? ഇതിന്റെ അപ്പുറത്തോട്ട് അറിയത്തില്ല.
ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ശരി, ഇവിടെ ഉണ്ടോ എന്നാ ചിന്തിക്കും. അതുപോലെ അതിരമ്പുഴ ഇടവകക്കാര് അവരുടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന രോഗികൾക്ക് താമസിക്കാനായിട്ട് അവർ തന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നമ്മൾ ഈ അടുത്ത നാളിൽ മദർ തെരേസ ഹോം തുടങ്ങി ദൂരെ നിന്ന് വരുന്ന രോഗികൾക്കൊക്കെ താമസിച്ച് സൗജന്യ ഭക്ഷണം കഴിച്ചു പോകാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാരുണ്യ ഭവനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 109 എയ്ഡഡ് സ്കൂളുകൾ, വലിയ 2 അൺഎയ്ഡഡ് സ്കൂളുകൾ, പിന്നെ നമ്മുടെ പള്ളികൾ നടത്തുന്ന സ്കൂളുകളുണ്ട്. അതുപോലെ 2 വലിയ ഓട്ടോണമസ് കോളേജുകൾ ഉൾപ്പെടെ 11 ഡിഗ്രി കോളേജുകൾ അതിരൂപത നേരിട്ട് നടത്തുകയാണ്. 11 ഡിഗ്രി കോളേജുകൾ, അത് മെഡിക്കൽ കോളേജ് ഒഴിച്ച് ലോ കോളേജ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്കുണ്ട്. SB കോളേജ് ഉണ്ട്, സൺഷൻ കോളേജ് ഉണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ഈ അടുത്ത നാളിലേക്ക് എടുത്തിട്ട് ഉറുദുമാത എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ തന്നെ കേറ്ററിംഗ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ മീഡിയ വില്ലേജ് ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് നഴ്സിംഗ് കോളേജ് ഉണ്ട്, BEd കോളേജ് ഉണ്ട്, സ്പെഷ്യൽ BEd കോളേജ് ഉണ്ട്. 11 ഡിഗ്രി കോളേജുകളാണ് നമ്മുടെ അതിരൂപത നടത്തുന്നത്. നമ്മൾ ഇതെല്ലാം നടത്തുന്നത് ബിസിനസ് നടത്തിയല്ലോ. നമ്മുടെ ഈ ജനം തരുന്ന, നിങ്ങളൊക്കെ നിങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്ന ഈ സമ്പത്തും അതുപോലെ നമ്മുടെ ജനത്തിന്റെ ഔദാര്യവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് അഭിമാനിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജനം, നമ്മുടെ അതിരൂപതയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. 502 വൈദികർ, ഇപ്പം അതിൽ കൂടി ഇന്നലെ ഇന്നുമായിട്ട് 2 പേരെ കൂടെ നമുക്ക് കിട്ടി 504 ഇപ്പൊ 15 വൈദികരും കൂടെ നമുക്ക് പുതുതായിട്ട് വരുന്ന ഈ വർഷം 517 വൈദികരുള്ള ഒരു വലിയ പെർസ്പെക്റ്റീവ്. അപ്പൊ 500ഓളം വൈദികരും 2000ഓളം സന്യസ്തരും അവരുടെ ജീവിതം കൊടുക്കുന്നത് കൊണ്ടും പിന്നെ 80,000ഓളം വരുന്ന നമ്മുടെ വലിയ അതിരൂപത കുടുംബം, 4 ലക്ഷത്തോളം ജനങ്ങൾ അവരുടെ അധ്വാന ഫലം പങ്കുവയ്ക്കുന്നത് കൊണ്ടും എല്ലാം വളർന്നു പോകുന്ന ഒരു രൂപതയാണ് നമ്മുടെ അതിരൂപത. നമ്മുടെ അതിരൂപത സമൂഹത്തെക്കുറിച്ച് അഭിമാനബോധം വേണം. പക്ഷെ ഇനിയെങ്കിലും നമ്മുടെ ഈ കുഞ്ഞു പിള്ളേർ, നമ്മുടെ ചെറുപ്പക്കാരെ പിള്ളേരോട് ഒക്കെ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഞങ്ങൾക്കോ മണ്ടത്തിനും പറ്റി, നിങ്ങൾക്കെങ്കിലും കൂടുതൽ മക്കളൊക്കെ ഉണ്ടാകണം. ഒരു പ്രായത്തിലേക്ക് അതിനോട് കല്യാണം കഴിക്കാൻ പറയണം. പെൺപിള്ളേരോടൊക്കെ ഒരു 25 വയസ്സെങ്കിലും ഒക്കെ ആവണം കെട്ടാൻ പറയാം. ആൺപിള്ളേരോട് ഒരു 30 താഴെ, ഒരു 29, 28 കല്യാണം കഴിക്കാൻ പറയണം. ചുമ്മാ അതുങ്ങൾ ഈ വാട്സപ്പിലും ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് വെച്ച് എന്തിനാ ഇത്രയും നാളിങ്ങനെ നടക്കുന്നത്, അവരൊക്കെ ഒന്ന് സെറ്റ് ആകട്ടെ, അപ്പോൾ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത അത് ഉണ്ടാവണം. നമുക്കൊക്കെ വീടുകളിൽ മിനിമം 3 പിള്ളേർ, ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ 5 കുഞ്ഞുങ്ങളെങ്കിലും വേണമെന്നാണ്. കാരണം അല്ലാതെ ഈ കമ്മ്യൂണിറ്റി സർവൈവ് ചെയ്തില്ല. സർവൈവൽ പെർസെൻറ്റേജ് 2.1 ആണെന്നാണ് പറയുന്നത്. 2.1 വേണം. നമ്മൾ 1.8 കിട്ടി. നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള 1.8. 14% ജനനനിരക്കും 19% മരണനിരക്കുമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി. പിന്നെ എങ്ങനെ 25 വർഷം കഴിഞ്ഞ് മുടിയൂർക്കര ഇടവിൽ എത്ര പേര് മുടിയൂർക്കര ആളാണ്. കാരണം മെഡിക്കൽ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് രോഗികളെങ്കിലും വരുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ മറ്റ് പലയിടങ്ങളിലും പള്ളിയുടെ ഒന്നും ആവശ്യം, പള്ളികളെല്ലാം ചെറുതാക്കണം, ആക്കേണ്ട അവസ്ഥ വരും. ഇപ്പം നിങ്ങൾ യൂറോപ്പിലൊക്കെ ചെന്ന വലിയ ബ്രഹ്മാണ്ഡ പള്ളികളുടെ അകത്തുള്ള ബ്രഹ്മാണ്ഡമായ സങ്കീർത്തിക്കകത്താണ് അവർ കുർബാന ചെല്ലുന്നത്. കാരണം എന്താ, ഹീറ്റിങ്ങിന് കാശ് കൊടുക്കണ്ട, ലൈറ്റ് ഇടണ്ട, അപ്പൊ സങ്കീർത്തി കൊള്ളാത്ത ആളെ വരുന്നുള്ളൂ അവിടെ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടിക്ക് വളർന്നാൽ പോരാ, ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് വളരണം എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് ഞാൻ ചില കൂടുതൽ സമയം കൂടുതലായ കുഴപ്പമില്ല അല്ലേ. ഏതായാലും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ അതിരൂപത കുടുംബത്തിന്റെ വലിയ സ്നേഹത്തിൽ എല്ലാവരും ചേർന്ന് നിൽക്കണം. ഞങ്ങളെയൊക്കെ നിങ്ങൾ കുറ്റമൊക്കെ പറഞ്ഞു, കാരണം കുറ്റം പറയാൻ മാത്രം പരിപാടികളൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. എന്നാലും ഒരു സ്നേഹിച്ചിട്ട് വേണം കുറ്റം പറയാൻ. കുറ്റം മാത്രമാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ സങ്കടം. കുടുംബത്തിലുള്ളവരെയൊക്കെ നമ്മൾ കുറ്റം പറയുമല്ലോ, പക്ഷെ അതൊരു സ്വന്തമാണ്. നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോകാനും വളരാനും, അതുപോലെ നമ്മുടെ അടുത്ത വർഷം കമ്മ്യൂണിറ്റി എംപവർമെന്റ് ഇയർ നമ്മൾ നോക്കുമ്പോൾ നല്ല കുറച്ച് സ്കോളർഷിപ്സ് ഒക്കെ നല്ല മിടുക്കരായ കുട്ടികൾക്ക് നിങ്ങൾ ചില ലക്ഷ്യങ്ങളൊക്കെ വെക്കണം. നമ്മുടെ പിള്ളേരെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വളർത്തിയെടുക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല ലക്ഷ്യങ്ങളൊക്കെ വെച്ച് നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ആശംസിക്കും. എല്ലാവരും ദീപിക ദിനപത്രവും വരുത്തണം. ഇവിടെ പറഞ്ഞാൽ സാധിച്ചേക്കാം. കാരണം ദീപിക സമുദായം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിലനിൽക്കുകയില്ല കേട്ടോ. ദീപിക പോയിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങൾ വരുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദീപികയൊക്കെ വരുത്താനുള്ള ആസ്തിയൊക്കെ ഉണ്ട്, എനിക്കറിയാം. മുടിയൂർക്കര ഇടവകയിലെ 90% വീടുകളിൽ അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഇവിടെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുത്താം. നിങ്ങളത് വരുത്തിയാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ബലമാണ്, നമുക്ക് അത്രയും ശക്തിയാണ്. എല്ലാവർക്കും എല്ലാം നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.